പിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഞങ്ങൾ വൈദിക സെമിനാരിയിൽ അവസാനത്തെ വർഷം പഠിക്കുമ്പോൾ അന്ന് പ്രിൻസിപ്പലായിരുന്ന പോൾ വർഗീസ് അച്ഛൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, ഞാൻ ഓക്സ്ഫോർഡിൽ വെച്ച് ഒരു ശമ്മാശനെ കണ്ടു. അദ്ദേഹം വളരെ ഷൈ ആണ്, എന്നാൽ വളരെ ആധ്യാത്മിക ജീവിതമുള്ള ആളാണ്. വിശുദ്ധ ഐറേനിയസിനെ കുറിച്ചാണ് അദ്ദേഹം പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പഠനം കഴിയുമ്പോൾ സെമിനാരിയിൽ വന്ന് താമസിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു. ആ നാണം കുണുങ്ങിയായ സാത്വികനായ ശമ്മാശനാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായി മാറിയ ആദരണീയനായ ഈവാനിയോസ് തിരുമേനി. വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശിഷ്യരുമായ ഞങ്ങൾക്ക് പറയാനുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായിട്ട്, നമ്മുടെ മലങ്കര സഭയിലെ സന്യാസ പ്രസ്ഥാനത്തിന് ഒരു പുതിയ മുഖവും പുതിയ ശൈലിയും അദ്ദേഹം നൽകി എന്നുള്ളതാണ്. ബാഹ്യമായ ലോകത്തിൽ എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കുന്ന ഒരു സന്യാസ ശൈലിയിൽ നിന്ന് വിട്ട് ധ്യാനത്തിലും പ്രാർത്ഥനയിലും വേദപഠനത്തിലും നമസ്കാരത്തിലും കുമ്പിടിലും ഒക്കെ വേരൂന്നിയ ഒരു പൗരസ്ത്യ ശൈലിയാണ് അദ്ദേഹം ഈ കുന്നിൻപുറത്ത് ആരംഭിച്ചത്. അത് വളരെ ഫലപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മലങ്കര സഭ വളരെ ആദരപൂർവ്വം ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു പുതിയ സന്യാസ ശൈലി അദ്ദേഹം ഇവിടെ ആരംഭിച്ചു. രണ്ടാമതായിട്ട്, വൈദിക സെമിനാരിയിൽ 25 വർഷത്തോളം അദ്ദേഹം പൂന്തോട്ടത്തിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തു. പഴയ പാരമ്പര്യമനുസരിച്ച് എല്ലാ സന്യാസ ആശ്രമങ്ങളിലും ഒരു തോട്ടമുണ്ടായിരിക്കണം, ഒരു പൂന്തോട്ടമുണ്ടായിരിക്കണം, പൂക്കളും കായ്കളുമുള്ള ഒരു തോട്ടം. ഇത് പർദീസായുടെ അടയാളമായതുകൊണ്ടാണ് അങ്ങനെ നിർബന്ധമായിട്ട് ഒരു പാരമ്പര്യം ഉണ്ടായത്. പർദീസയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സന്യാസ ജീവിതത്തെ കണ്ടത്. നമ്മുടെ തിരുമേനിയും പഴയ സെമിനാരിയിലും ഇവിടെയും ആ തോട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം അദ്ദേഹം ശ്രദ്ധ പുലർത്തി. മൂന്നാമതായിട്ട്, അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതി. അദ്ദേഹം വളരെ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു എന്ന് പലർക്കും അറിയാം. പക്ഷേ ആ ദേഷ്യത്തിൻ്റെ പുറകിൽ വളരെ സ്നേഹവും യഥാർത്ഥമായ സഹാനുഭൂതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസിമാർക്ക് അവശ്യമായി ഉണ്ടായിരിക്കേണ്ട ആ മനുഷ്യ സ്നേഹവും പ്രകൃതി സ്നേഹവും സർവ്വജീവജാലങ്ങളോടുള്ള സ്നേഹവും അദ്ദേഹത്തിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാരമ്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കാൻ, ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. ഞാനൊരു ശമ്മാശനായപ്പോഴാണ് അദ്ദേഹം സെമിനാരിയിൽ വന്നത്. പക്ഷേ 1 വർഷക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം ഒരു ആത്മീയ ശിഷ്യനായി, സ്നേഹിതനായി താമസിക്കുവാൻ ദൈവം അവസരം തന്നു. അദ്ദേഹം നമുക്ക് നൽകിയ നല്ല മാതൃക സഭയ്ക്ക് ഒരു പുതിയ ജീവിത ശൈലിയും ഉത്തേജനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൂടി, മോസ്കോയിൽ നിന്ന് തിരുമേനിയുടെ ഒരു ആധ്യാത്മിക ശിഷ്യനായ, കേരളത്തിൽ ഫിലോക്കാലിയ തുടങ്ങിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഡോക്ടർ ചെറിയാനിയപ്പൻ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം തിരുമേനിയെ കണ്ടു. മൗണ്ട് ആദോസിൽ നിന്ന് കൊണ്ടുവന്ന കുന്തിരിക്കം തിരുമേനിക്ക് സമ്മാനമായി കൊടുത്തു. അതുകൊണ്ട് തിരുമേനിയുടെ ഈ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം ഈ ആശ്രമാംഗങ്ങളെയും കോട്ടയം ഭദ്രാസനത്തെയും അറിയിക്കണം എന്ന് പ്രത്യേകമായി അറിയിച്ചിരുന്നു. അതും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ